സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ, ഇവർക്കൊരുവൻ കിഴക്കുതിക്കേ ഇന്ന് താലിപ്പീലി പൊന്നം കെട്ടി മുത്തഴക് വണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ. ഹായ് 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 അതെ, എന്തായാലും സന്തോഷായി. എല്ലാരും അവിടെ ചെന്നിരുന്ന ഭക്ഷണം കഴിച്ചിട്ടേ പോകും. നാളത്തെ കല്യാണത്തിന് എന്തായാലും പങ്കെടുക്കും വേണം. അയ്യോ, സന്തോഷായില്ലേ? എല്ലാരും വന്നിട്ടില്ലേ? അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. പക്ഷെ എന്ത് ചെയ്യാനാ, അകലെയുള്ള ബന്ധുക്കളൊക്കെ ഇവിടെ എത്തി. തൊട്ട അയലക്കത്ത് ബന്ധുക്കളുണ്ട്, അവർ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ചേട്ടോ വരുന്നുണ്ട് വരുന്നുണ്ട്. അല്ല, എന്താ വരാൻ വൈകിയത്? രാവിലെ 10 മണി തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയതാണ്. ഒരു സാരിയുടെ തുടുക്കും കണ്ണാടി ഇടുമ്പോഴേക്കും ഇഷ്ടപ്പെടൂല. മാച്ച് ആവണില്ലെന്ന് ഒരു കല്യാണമല്ലേ, അപ്പൊ ഒരുങ്ങി വരണ്ടേ? അതുകൊണ്ടാണല്ലേ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഈവന്റ് മാനേജ്മെന്റ് ഒക്കെ ആരെ ഏൽപ്പിച്ചത്? അത് നമ്മളെ പ്യാരീനെ. ഏത് പ്യാരി? കല്യാണ രാമല്ല, പ്യാരീനെ അറിഞ്ഞൂടെ? പുള്ളിയല്ലേ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. പ്യാരി എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? ഈ കണക്കിന് വെഡിങ് എന്ന് കൊടുക്കാൻ നന്നായി, വെൽഡിംഗ് എന്ന് എഴുതി വെച്ചേനെ. രണ്ടും കൂടിച്ചേരലാണല്ലോ ഇതൊക്കെ. എന്ത് ഈ ബോധമില്ലാത്തവരെയാണോ ചേട്ടാ കല്യാണത്തിന് വിളിച്ചേക്കുന്നത്? ബോധമില്ലാന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. എന്ത് ചെയ്യാനാ? ഇക്ക വരുന്നുണ്ട് കേട്ടാ. ഏതൊക്കെ? നമ്മൾ അബുക്ക. ആദാമിന്റെ മകൻ അബു വരുന്നുണ്ട്. അയ്യോ, മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ, പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനായി. പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനായി. അതെ, സന്തോഷമായി ഇക്ക വന്നോണ്ട്. അല്ല, ഹജ്ജിന് പോണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയായിരുന്നോ? ഇതുവരെ പോയിട്ടില്ല, പക്ഷെ നല്ല മനസ്സുള്ള ആളായതുകൊണ്ട് വൈകാതെ ഹജ്ജിന് പോകും, അതുറപ്പാ. അല്ല, ചേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? അതെ, ഈ കൊച്ചിന്റെ കല്യാണാലോചന വന്നപ്പോഴേ സാമ്പത്തികമില്ല, പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റപ്പ് എല്ലാം സൂപ്പർ ആണല്ലോ. കാശ് എവിടെ നിന്ന് കിട്ടി? മണവാളന്റെ ഇത് മേടിച്ച്. മോശം പരിപാടിയാണ് കേട്ടോ. പെങ്കൊച്ചിനെ കെട്ടാൻ പറഞ്ഞ മണവാളന്റെ കാശ് മേടിക്കണം. അയ്യോ, ആ മണവാളല്ല, നമ്മളെ ഗൾഫിലെ മണവാളൻ ആൻഡ് സൺസ് ഇല്ലേ, അവരെ ഇന്ന് മേടിച്ചതാ പൈസ. പുള്ളി വന്നിട്ടില്ലേ? പിന്നെ പുള്ളി ഇവിടെ ഉണ്ടല്ലോ. പൈസ എത്ര വളരെ റെഡിയല്ലേ? പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടങ്കൈയാണ് ഞാൻ. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലങ്കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. അയ്യോ, അത് ഇപ്പൊ പറഞ്ഞ എങ്ങനെ ശരിയാവും? നിങ്ങൾ വരാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ വേറെ ആരെ അറേഞ്ച് ചെയ്യാഞ്ഞത്. വേണ്ട വേണ്ട വേണ്ട, ഇനി ഞാൻ വേറെ എന്തെങ്കിലും നോക്കിക്കോളാം. ശരി എന്നാ. എന്താടി ചേട്ടാ, ഇവിടെ പാടാനായിട്ട് ഒരാളെ വരണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ഒരാളെ അറേഞ്ച് ചെയ്ത് അയക്കിപ്പോ വരാൻ പറ്റത്തില്ലെന്ന്. ഇപ്പൊ വലിയ പ്രശ്നം. ഒരു പാട്ട് പാടുന്ന കാര്യമല്ലേ, ഞാൻ പാടാന്ന്. അതെ, കല്യാണം നടത്താനാ നോക്കുന്നത്, അല്ലാതെ കല്യാണം മുടക്കാനല്ല നോക്കുന്നത്. അല്ല, ഞാൻ വിചാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം വിട്ട് ഞാൻ ഇന്നൊരു പാട്ട് പാടില്ല. സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു.
സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മലല ഉസ്താദ് അലവലാദിഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചിക്കിച്ചി. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? വേറെ സുഭാഷ് 1 2 3 4 ഇന്ദ്രരട്ടം. ഗുജറാത്തി കടലകെട്ടിയ മലയാളി പെൺ നാണു ഞാൻ. ഇന്ദ്രരട്ടം ഇന്ദ്രരട്ടം ഗുജറാത്തി കടലകെട്ടിയ മലയാളി പെൺ നാണു ഞാൻ. പഞ്ചാബി പഞ്ചാബി എന്ന് പറഞ്ഞ പഞ്ചാബി പോയെന്നാണോ? അല്ല, ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് ആരാ കല്യാണം വിളിച്ചത്? എന്തേ? പാർക്കിങ്ങിൽ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ കാർ കിടക്കുന്നു. അത് രാജാ കണ്ണ്. ഏത് രാജാ കണ്ണ്? അതറിയില്ലേ? എന്താ കണ്ടോ ഏതാ രാജാ കണ്ണെന്ന്? അയ്യോ பயந்து கண்ணு பொத்தாது பாப்பா. இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். வேஷ்டி கட்டுங்கய்யா, வேஷ்டி. முன்னாடி சொல்ல வேண்டா அறிவு கட்டம் குண்டம். ഓ കൊച്ചിന്റെ കഴുത്തിൽ കിടന്ന നെക്ലസ് എന്തേ? ഒരു നെക്ലസ് കൂടെ ഉണ്ടായിരുന്നില്ലേ? ഒരു ഡയമണ്ട് നെക്ലസ് അതോടെ പോയി. അല്ല, ഇവിടെ തന്നെ കാണും. അത് പിന്നെ ഇപ്പൊ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ കഴുത്തിൽ നോക്കിയേ. ആ ഡാൻസ് കളിക്കാൻ 4-5 പേര് വന്നായിരുന്നു കേട്ടോ. ഇവിടെ ഇല്ലല്ലോ. നെക്ലസ് ഉണ്ടായിരുന്നല്ലേ? എന്തേ? സത്യം പറഞ്ഞോ, കൊച്ചിന്റെ നെക്ലസ് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വച്ചിട്ട് പോണം. അല്ലാതെ അലമ്പ് കാണിച്ചാൽ ഇടിച്ച് നിന്റെ ഊപ്പാട്ടെടുത്ത് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ഈ റൈമണ്ടിന്റെ നെക്സ്റ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. എന്നാ ഇവിടെ വിഴുങ്ങി കാണും. വിഴുങ്ങിന്ന സത്യമായി പറയുന്നവനായി ഈ രാജാക്കണ്ണ് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഇവിടെ കണക്കെഴുത്ത് പിള്ളയായിരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം 50 തേങ്ങ വെച്ച് ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. പൂങ്കാവനത്തിന് കഴിക്കാൻ പറ്റുന്ന ചവനപ്രാശം ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. എനിക്കൊരു മനപ്രയാസമില്ല കുട്ടി. പക്ഷേ ഈ റൈമണ്ട് നെക്സ്റ്റ് ലൈറ്റ് ഞാൻ വിഴുങ്ങിയിട്ടില്ല. അതല്ലേ? അപ്പൊ പിന്നെ ഇതെന്തോന്നടാ? എന്തോന്നടാ ഇത്? ഇതെന്തോന്ന്? അതാ അങ്ങോട്ട് നോക്കൂ. എന്തോന്നവിടെ? ഓടിക്കോ.